أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب انصرني بما كذبون فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1209 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 26-27 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب انصرني بما كذبون فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. صدق الله العلي. സൂറത്തുൽ മുഅ്മിനൂനിലെ 26-27 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വിവരണങ്ങളാണ് നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. നൂഹിനെ തന്റെ ജനതയിലേക്ക് നാം ദൂതനായിട്ട് നിയോഗിച്ചയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറയുകയുണ്ടായത്, നിങ്ങൾ എല്ലാവരും തന്നെ അള്ളാഹുവിന് വഴിപ്പെടുക, അവന് കീഴ്പ്പെട്ടവരാകുക, നിങ്ങൾക്ക് വേറെ ആരാധ്യരൊന്നുമില്ല, നിങ്ങൾ ഈ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത്. നാട്ടിലെ നിഷേധികളായി നൂഹ് അലൈഹിസ്സലാമിന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ, അവരുടെ കൂട്ടത്തിലെ പ്രമാണിമാര് പറഞ്ഞത് ഇങ്ങനെയാണ്: മാഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാള് നിങ്ങളൊക്കെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യുരീദു അൻ യതഫദ്ദല അലൈക്കും, നിങ്ങളെക്കാളൊക്കെ വലിയ ശ്രേഷ്ഠനാണ് എന്ന് സ്വയം നടിക്കാനാണ് ഇയാള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലൗ ശാ അല്ലാഹു ലഅൻസല മലായികതൻ, അള്ളാഹുവിന് ഇങ്ങനെ വല്ല സന്ദേശം കൊടുത്തയക്കണ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു മലക്കിനെയാണ് അങ്ങനെ അയക്കുക. മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഇങ്ങനെ ഒരു മനുഷ്യനെ ദൂതനായിട്ട് സന്ദേശവുമായിട്ട് പറഞ്ഞയക്കുന്ന പരിപാടി ഞങ്ങള് മുമ്പൊന്നും പൂർവികരുടെ കാര്യത്തിലൊന്നും അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഇയാൾക്കെന്തോ ഭ്രാന്താണ്, അതുകൊണ്ട് ഇയാള് കാലഗതി പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ആ ഭ്രാന്തങ്ങ് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് അവര് പറഞ്ഞത്. മനുഷ്യ സമൂഹത്തെ സംസ്കരിക്കാനും അവരുടെ ജീവിത രീതികളെ ഏറ്റവും ശരിയായ അടിത്തറയിൽ പരിഷ്കരിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹത്തിൽ ദൗത്യ നിർവഹണം ആരംഭിക്കുന്ന ഒരു ദൈവദൂതൻ, അദ്ദേഹത്തിന്
ഏൽക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പ്രതികരണം. ഇവിടെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ തന്നെ ഹൃദയഭേദകമായിട്ട് അനുഭവപ്പെടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം ഏറ്റവും യുക്തിഭദ്രമായ ഒരു ആശയമാണ്. നിങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചങ്ങളുടെ നാഥനായ ഒരേ ഒരു ആരാധ്യനെ നിങ്ങൾക്കുള്ളൂ, വേറെ ഇലാഹൊന്നുമില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരാകണം. അനർഹരായവരെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായ വലിയ അനന്തരഫലം ഉണ്ടാകും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കരുതലുണ്ടാവണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. എന്നാൽ അവര് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അതിനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, കൂടാതെ ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്, ഇയാള് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരുത്തനാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ അധികാരമോ സ്ഥാനമോ പദവിയോ ശ്രേഷ്ഠതയോ ഒക്കെ അഭിലഷിച്ചുകൊണ്ടാണ് ഇയാള് ഇങ്ങനെ താൻ ദൈവദൂതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നതാണ് അവരുന്നയിച്ച ഒരു ശക്തമായ ആക്ഷേപം. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, മലക്കുകള് അള്ളാഹുവിന് ഇങ്ങനെ വല്ല സന്ദേശവും മനുഷ്യർക്ക് എത്തിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു മലക്കിനെ തെരഞ്ഞെടുത്താണ് പറഞ്ഞയക്കുക. അങ്ങനെ മനുഷ്യരെ പറഞ്ഞയച്ച ഒരു സംഗതി ഞങ്ങള് പൂർവികരിലൊന്നും കേട്ടിട്ട് പോലുമില്ല. ഇതാണ് അവർ പറഞ്ഞ മറ്റൊരു കാര്യം. അപ്പോ നൂഹ് അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച കാര്യത്തിനെ ഗണ്ണിക്കുന്ന വിധത്തിൽ, അതിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരം. മറ്റൊന്ന്, ഇയാൾക്ക് ജിന്നത്താണ്, ഇയാൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇറുക്കാണ്. അതുകൊണ്ട് അതിന്റെ ഒരു കാലം ഉണ്ടാവും, അത് കഴിയുന്നവരെ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ അയാളങ്ങ് ഒടുങ്ങി പോകുന്നത് വരെ നിങ്ങൾ കാത്തു നിന്നോളുക എന്നുള്ള നിലക്കാണ് അവർ പറയുണ്ടായത്. ഇതൊക്കെ തന്നെ ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവരോട് ഏറ്റവും ഏറെ ഗുണകാംക്ഷ ഉള്ളവനായിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാര്യത്തില് ദീർഘമായൊരു കാലമാണ് അദ്ദേഹം ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ നിലകൊള്ളുകയുണ്ടായത്. ഖുർആൻ പരാമർശിക്കുന്നത് 950 വർഷം അദ്ദേഹം ദൗത്യം നിർവഹിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് താരതമ്യേന ആയുർദൈർഘ്യം വളരെ കൂടുതലായിരുന്നു എന്നത് ഈ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്ത ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അപ്പോ ഇവിടെ നൂഹ് അലൈഹിസ്സലാം ദീർഘമായ ഒരു കാലം സമൂഹത്തെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്കിടയിൽ പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരവസ്ഥയിലാണ് ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നതും അതിനോടുള്ള നൂഹ് അലൈഹിസ്സലാമിന്റെ ദൗത്യത്തിനോടുള്ള പ്രതികരണമൊക്കെ രംഗത്ത് അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തില് നൂഹ് അലൈഹിസ്സലാം എല്ലാ നിലക്കും ഒറ്റപ്പെട്ട, എല്ലാ നിലക്കും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിലായി. അദ്ദേഹം അർഹിക്കുന്ന പരിഗണനയോ ശ്രദ്ധയോ ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥ. മാത്രമല്ല, അവഗണനയും തെറി അഭിഷേകവും ഒക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. ആ ഒരു സന്ദർഭത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റബ്ബിൻ സുർനി ബിമാ കദ്ദബൂൻ, എന്റെ നാഥ നീ എന്നെ സഹായിക്കണമേ. ഞാൻ നിഷേധിക്കപ്പെട്ടു എന്നതാണ് അവസ്ഥ. ബിമാ കദ്ദബൂൻ, അവരെന്നെ കളവാക്കി എന്നതാണ് അവസ്ഥ. അവരെന്നെ തള്ളിക്കളഞ്ഞു, എന്നെ നിഷേധിച്ചു, എന്നെ വ്യാജനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്റെ ഈ ദൗത്യ വിഷയത്തില് നീ എന്നെ സഹായിക്കണമേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത്.
ഖാല റബ്ബിൻസുർനീ ബിമാ കദ്ദബൂൻ. നിന്റെ സഹായം എനിക്ക് ഏറ്റവും ആവശ്യമായി വന്നിരിക്കുകയാണ് റബ്ബെ. ഞാൻ ഈ ദൗത്യം നിർവഹിച്ച് ജനങ്ങൾക്കിടയിൽ അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിലക്കൊണ്ടിട്ട് അവരെന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നതല്ലാത്ത ഒരു ഫലവും ഉളവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ തുടരുന്നതിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രയോജനമുണ്ട് എന്നറിയില്ല. നിന്റെ സഹായം എനിക്ക് ഇക്കാര്യത്തില് അനിവാര്യമായും വേണം. ഇതാണ് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞ കാര്യം. അപ്പോ തുടർന്ന് അള്ളാഹു പറയുന്നത് ഫഔഹൈനാ ഇലൈഹി, അദ്ദേഹത്തിന് നാം ദിവ്യബോധനം നൽകി. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വഹീ നൽകി. അനിസ്നാഇൽ ഫുൽക ബിഅയുനിന വവഹീന, നൂഹെ നീ ഒരു കപ്പൽ നിർമ്മിക്കണം. ബി അയുനിന, നമ്മുടെ ദൃഷ്ടിയിലായിക്കൊണ്ട് തന്നെ, നമ്മുടെ മേൽനോട്ടത്തിൽ. നാമാണ് മേൽനോട്ടം നൽകുന്നത്. നീ ഒരു കപ്പൽ നിർമ്മാണം തുടങ്ങണം. അതിന് മേൽനോട്ടം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. എന്റെ മേൽനോട്ടത്തിലായിട്ട്, നമ്മുടെ മേൽനോട്ടത്തിലായിട്ട് നീ അത് ചെയ്യണം. വഹീന, നമ്മുടെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നൽകുന്ന മാർഗദർശനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മേൽനോട്ടത്തിൽ നീ ഒരു കപ്പലുണ്ടാക്കണം. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അപ്പോ കപ്പൽ എന്നത് പുതിയൊരു ആശയമായിരിക്കണം. അതുകൊണ്ടാണ് ഈ വിധത്തിലൊക്കെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. നമ്മുടെ മേൽനോട്ടത്തില്, നമ്മുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ എന്നത്. ഇങ്ങനെ ഒരു നിർദ്ദേശം പ്രസക്തമാവുകയില്ല. യഥാർത്ഥത്തില് കപ്പൽ എന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് പരിചയമുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ നമ്മുടെ മേൽനോട്ടത്തിലും മാർഗദർശനത്തിന്റെ അല്ലെങ്കിൽ വെളിപാടിന്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറയേണ്ടതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും കണ്ടോളുന്നില്ല. അപ്പോ കപ്പൽ നിർമ്മാണം എന്നത് പുതിയൊരു സാധ്യത അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന് തോന്നിപ്പിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ വഹിയായിട്ട് നൽകിയ നിർദ്ദേശമൊക്കെയാണ്. എങ്ങനെ നിർമ്മിക്കണം എന്നത് നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ മാർഗദർശന പ്രകാരവും ബി അയുനിന വഹീന. ബി അയുൻ എന്ന് പറഞ്ഞാൽ, അയുനിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടികളിൽ എന്നാണ് അർത്ഥം. നമ്മുടെ കണ്ണുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചവട്ടത്ത്, നമ്മുടെ മേൽനോട്ടത്തില്, നമ്മുടെ ശ്രദ്ധയുള്ള വിധത്തില് ഒരു കപ്പൽ ഉണ്ടാക്കണം. എങ്ങനെയാണ് അത് എന്നുള്ളത് നിരന്തരം നിനക്ക് ഞാൻ വഹീ നൽകാം. നിനക്ക് ദിവ്യ വെളിപ്പാടുകൾ നൽകിക്കൊണ്ട് അതിന് വേണ്ട മാർഗദർശനം നൽകാം. നമ്മുടെ സൂപ്പർവിഷനിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോ ഈ ഒരു കപ്പൽ ഉണ്ടാക്കണം. ബി അയുനിന വഹീന, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ മാർഗദർശനം ലഭിക്കുന്ന ദിവ്യ വെളിപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ. ഫൈദാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടാൻ തുടങ്ങുകയും ചെയ്താൽ, ഈ രണ്ട് സംഗതികളും സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ പ്രളയത്തിന്റെ ആദ്യ ലക്ഷണങ്ങള് പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ നിർദ്ദേശം. അപ്പൊ നമ്മുടെ ഉത്തരവ് ഉണ്ടാവും പ്രളയം ഉണ്ടാവാനുള്ള. ഈ സമൂഹത്തെ നശിപ്പിച്ചു കളയാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കപ്പെടാൻ വേണ്ട ദൈവിക നിർദ്ദേശം നൽകപ്പെടും. അത് നൽകപ്പെടുമ്പോ പ്രളയത്തിന്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റുന്നത് അടുപ്പിൽ നിന്ന് വെള്ളം ചീറ്റി പുറത്തേക്ക് നിർഗളിച്ച് വരുന്ന ഒരു കാഴ്ചയുണ്ടാവും. അടുപ്പിനകത്ത് നിന്ന് ഉറവ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. തന്നൂർ, തന്നൂർ എന്ന് പറഞ്ഞാല് അടുപ്പാണ്. അടുപ്പിൽ നിന്ന് വെള്ളം അങ്ങ് ചീറ്റി അടിച്ചു വരിക, ഉറവ ശക്തമായി പൊട്ടി ഒഴുകുക. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വ്യത്യസ്തമായ അർത്ഥകൽപ്പനകൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണിത്. വഫാറത്തന്നൂർ, ചിലര് അതിനെ
വിശദീകരിച്ചിട്ടുള്ളത് അത് ഭൂമിയുടെ ഉയർന്ന ഭാഗമാണ് ഈ തെന്നൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചിലർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ചില മുഫസ്സിറുകൾ. ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ചീറ്റി വരും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മല പർവ്വതങ്ങളൊക്കെ പോലെയുള്ള ഇടങ്ങളിൽ നിന്ന് വെള്ളം അതിശക്തമായി കുതിച്ചൊഴുകുന്ന ഒരു കാഴ്ച ഉണ്ടാകും എന്നത്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രഭാതോദയത്തിന്റെ സൂചനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുന്ന ആ ദിവസം ചക്രവാളത്തിൽ സൂര്യകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്നത് സംഭവിക്കുന്നതോടെ ആണ് പ്രളയം തുടങ്ങുക എന്നുള്ള നിലക്കാണ് ചിലർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. വേറെ ചിലർ വിശദീകരിച്ചിട്ടുള്ളത് ബഹളം മൂർച്ഛിക്കുക, ഹമൽ വത്തീസ് എന്നുള്ള നിലക്കാണ്. അറബിയിലെ ഒരു പ്രയോഗം ഹമൽ വത്തീസ് എന്ന് പറഞ്ഞാല് ഈ ബഹളം സംഘർഷത്തിന്റെ ഒക്കെ ചൂട് അങ്ങ് കത്തിക്കാളുന്ന അവസ്ഥയാവുക എന്നത്. അതുപോലെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ പലരും കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ ആലങ്കാരികമായിട്ടുള്ള അർത്ഥകൽപ്പനകളാണ്. ഇവിടെ ആലങ്കാരികമായ അർത്ഥകൽപ്പനകളെക്കാളൊക്കെ പ്രസക്തമാവുന്നത് ഈ പദം നേരിട്ട് നൽകുന്ന അർത്ഥസൂചന തന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം. അതാണ് കൂടുതൽ ശരിയായതായിട്ട് എനിക്ക് തോന്നുന്നത്. അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടാൻ തുടങ്ങുക എന്നതാണ് ഈ വാക്ക് ഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്ന കാര്യം. അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അടുപ്പ് എന്നത് ഏറ്റവും ഡ്രൈ ആയ ഒരു സ്ഥലമായിരിക്കും. ഒരു വീട്ടിലെ ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉണങ്ങി വരേണ്ട ഒരു ഇടം അടുപ്പിനോളം വേറെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അടുപ്പാണ് എപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുപ്പ് ഡ്രൈ ആയ, ഉണങ്ങിയ, അല്ലെങ്കിൽ എപ്പോഴും കുറച്ചൊക്കെ ചൂട് അവശേഷിക്കുന്ന ഒരിടായിരിക്കുമല്ലോ. അവിടുന്ന് പോലും ഉറവ പൊട്ടി ഒഴുകുന്നു എന്നൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ സുരക്ഷിതമായിട്ട് ഒരു ഡ്രൈ ആയ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റും എന്ന യാതൊരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല എന്നൊരു സൂചനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോ പ്രളയ സാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ താരതമ്യേന വെള്ളം കയറാൻ ഇടയില്ലാത്ത ഇടങ്ങളിലേക്ക് അങ്ങനെ നീങ്ങി മാറി ഒക്കെ നിന്ന് നോക്കും. അത് ഇപ്പോ മഴ പെയ്യുമ്പോൾ പോലും അങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മഴ നനയാതെ നിൽക്കാൻ പറ്റുന്ന, വെള്ളം മേല് കയറാതെ നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളൊക്കെ കണ്ടെത്തിന്ന് വരും. പക്ഷെ ഇവിടെ എല്ലാ ഡ്രൈ ആയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം അങ്ങ് ചീറ്റി പുറത്തേക്ക് വരാൻ തുടങ്ങുന്ന ഒരവസ്ഥ സംജാതമാകും എന്നാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഫൈദ ജാ അമ്രുന, നമ്മുടെ ഉത്തരവ് ഉണ്ടാവുകയാണ്. പ്രളയം ഉണ്ടാകാനുള്ള ഉത്തരവ് നാം നൽകിയാൽ, നമ്മുടെ ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വഫാറത്തന്നൂറു, അതിന്റെ ഫലമായിട്ട് അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങുകയും ചെയ്താൽ, അല്ലെങ്കിൽ വെള്ളം ചീറ്റാൻ തുടങ്ങിയാൽ, ഫസ്ലുക് ഫീഹ മിൻ കുല്ലി സൗജൈനി ഇത്നൈൻ, ഫസ്ലുക് ഫീഹ, നീ അതിൽ കയറണം, നീ കപ്പലില് പ്രവേശിക്കണം. ഒരു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ നിർദ്ദേശിച്ചല്ലോ. അതിനെ തുടർന്ന് നാം ഒരു കൽപ്പന നൽകുന്നതിന്റെ ഫലമായിട്ട് പ്രളയം ഉണ്ടാകും. അതിന്റെ ലക്ഷണമായിട്ട് അടുപ്പിൽ നിന്ന് വരെ വെള്ളം ചീറ്റി അടിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുന്നതോടെ നീ അതിൽ പ്രവേശിക്കണം. എന്താ ചെയ്യേണ്ടത്? മിൻകുല്ലിൻ സൗജൈൻ ഇസ്നൈൻ, നീ പ്രവേശിക്കുക മാത്രമല്ല, നിന്നോടൊപ്പം നീ അതിൽ പ്രവേശിപ്പിക്കുകയും വേണം. എല്ലാ വിഭാഗത്തിലും പെട്ട രണ്ട് ഇണകളെ, രണ്ട് പേർ എല്ലാറ്റിനെയും അതിൽ കയറ്റി കൂടെ കൂട്ടണം. രണ്ട് പേര് ഉൾപ്പെടുത്തിയിട്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ജീവജാലങ്ങളെ കപ്പലിൽ കയറ്റി നീയും അവരോടൊപ്പം കപ്പലിൽ കയറണം. അഹ്ലക,
നിന്റെ ബന്ധുമിത്രാദികളായ കുടുംബങ്ങളെയും നീ അതിൽ പ്രവേശിപ്പിക്കണം. ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു, നേരത്തെ ചിലരുടെ കാര്യത്തില് നാം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവരെ ഒഴികെ ചിലരുടെ കാര്യത്തില് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാണ് അവര് എന്ന നിലയ്ക്ക് ഒരു ഖൗല് നടത്തിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ചിലരുടെ കാര്യത്തിൽ, നിന്റെ അടുത്ത മിത്രങ്ങളുടെയും ബന്ധുക്കളുടെയും കൂട്ടത്തിൽ ചിലരെ നാം ഇങ്ങനെ രക്ഷപ്പെടുത്തേണ്ടവരല്ല എന്നുള്ള നിലക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്, അവരെ ഒഴികെ. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു, അക്രമകാരികളുടെ കാര്യത്തിൽ എന്നോടൊന്നും വർത്താനം പറയാൻ വരരുത്. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശം. നിന്റെ അടുത്ത ബന്ധുവാകാം, വളരെ സ്വന്തമായ ആളാവാം, വേണ്ടപ്പെട്ട ആളാവാം, പക്ഷെ ലാലിമാണോ അവരുടെ കാര്യത്തില് നമ്മോട് സംസാരിക്കാൻ വേണ്ടി വരരുത്. വലാ തുഖാതിബ്നി, എന്നോട് നീ ഒന്നും പറയരുത്, ഒന്നും പറയണ്ട. ഇല്ലദീന ളലമു, ലാലിമായ ആളുകളുടെ കാര്യത്തില്. ഇന്നഹും മുഗ്റഖൂൻ, അവരുടെ കാര്യത്തിലുള്ള തീരുമാനം ഇതാണ്, അവരിതാ മുങ്ങി ഒടുങ്ങാൻ പോവുകയാണ്. ഇന്നഹും മുഗ്റഖൂൻ, അവര് മുങ്ങി മരിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ വിധിയാണ്, നാം അവരുടെ കാര്യത്തിൽ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് അക്രമകാരികളായ ആളുകൾ നിന്റെ കുടുംബത്തിലോ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ഒക്കെ ഉണ്ടാകാം. അവരുടെ കാര്യത്തിൽ ഞാൻ നിനക്ക് നേരത്തെ ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്, അവരെ കൂടെ കൂട്ടരുത് എന്നുള്ളതാണ്. അവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാണ്, അവര് പ്രളയത്തിൽ ഒടുങ്ങിപ്പോവേണ്ടവരാണ് എന്ന നിലക്ക് ഞാൻ നിന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി നീ മുതിരരുത്. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു, ദുൽമ ചെയ്ത ആളുകളുടെ, ആത്മദ്രോഹവും അതുപോലെ ദൈവദ്രോഹവും ഒക്കെ ചെയ്തിട്ടുള്ള, സ്വന്തം രക്ഷിതാവിനോട് റബ്ബിനോട് ദുൽമ ചെയ്ത, സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്ത ഈ ആളുകളെ നീ കൂടെ കൂട്ടരുത്. അതിക്രമകാരികളെ മാറ്റി നിർത്തണം എന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നീ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി മുതിരരുത്. ഇന്നവും മുഹറക്കും, അവര് തീർച്ചയായിട്ടും ഈ പ്രളയത്തില് മുങ്ങി മരിക്കാനുള്ളവരാണ്. അവര് മുങ്ങി ഒടുങ്ങിപ്പോകും. ഈ പ്രളയത്തില് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരിതാ മുങ്ങി ഒടുങ്ങിപ്പോകാൻ പോവുകയാണ്. ഇതാണ് അള്ളാഹുടെ നൂഹ് അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ദീർഘകാലത്തെ പ്രബോധന ദൗത്യം നിർവഹിച്ച ഒരവസ്ഥയിൽ പോലും ജനങ്ങളിൽ നിന്ന് സൃഷ്ടിപരമായ പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. അവർ അദ്ദേഹത്തിന് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നാശമുണ്ടാകുന്നതിനെ കാത്തിരുന്നോളൂ, അതോടെ ആ ശല്യം തീരും എന്ന നിലക്ക് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ, എന്റെ എല്ലാ ശ്രമങ്ങളും, എന്റെ എല്ലാ സാമർത്ഥ്യവും ഞാൻ ഇവിടെ പ്രയോഗിച്ചു നോക്കി, പക്ഷേ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. അവരിൽ അത് ധിക്കാരം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് കിട്ടിയേ പറ്റൂ എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറഞ്ഞത്, നൂഹെ, നീ ഒരു കപ്പൽ ഉണ്ടാക്കുക. കപ്പൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നത് അതൊക്കെ തന്നെ നമ്മുടെ മേൽനോട്ടത്തിലും നാം നൽകുന്ന വെളിപ്പാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കപ്പൽ ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ കൽപ്പന വരും, ഉത്തരവിറങ്ങും. ആ ഉത്തരവ് പ്രകാരം പ്രളയം ഉണ്ടാകാനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അടുപ്പിൽ നിന്ന് വരെ വെള്ളം ചീറ്റി പുറത്തേക്ക് ചാടുന്ന കാണാം. അതോടുകൂടി നീ ആ കപ്പലിൽ പ്രവേശിക്കണം. എല്ലാ ജീവജാലങ്ങളിലും പെട്ട 2 ജോഡി നീ അതില് കയറ്റിക്കൂടെ കൂട്ടുകയും വേണം. അപ്പോ ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. നിന്റെ കുടുംബത്തിനെയും നീ അവരുടെ കൂടെ കൂട്ടിക്കോ. പക്ഷെ നേരത്തെ ചിലരെ നാം മാറ്റി നിർത്തിയിട്ടുണ്ട്, അവരെ കൂടെ കൂട്ടേണ്ടതില്ല. ലാലിമുകളായ ആളുകളെ അവരുടെ കാര്യത്തിൽ നീ ഇടപെട്ട് സംസാരിക്കാനും മുതിരരുത്. ഇതാണ്
തീർച്ചയായിട്ടും അവര് മുങ്ങി മരിക്കാനുള്ളവരാണ് എന്നാണ് നൂഹ് അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയുണ്ടായത്. നൂഹ് അലൈഹിസ്സലാമിന്റെ വളരെ ദയനീയമായ അവസ്ഥ എത്തിയ ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനില് ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ വേറെ പലയിടത്തും ഉണ്ട്. ഇവിടെയുള്ള പ്രാർത്ഥന റബ്ബിൻസുർനി ബിമാ കസ്സബൂൻ എന്നാണ്. പടച്ച തമ്പുരാനെ നീ എന്നെ സഹായിക്കണം, ഞാൻ കളവാക്കപ്പെട്ടിരിക്കുന്നു, എന്നെ അവർ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു എന്നാണ്. സൂറത്തുൽ ഖമറില് ഉള്ളത് ഇങ്ങനെയാണ്. ഫദഅ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനോടായിട്ട് പ്രാർത്ഥിച്ചു. അന്നീ മഗ്ലൂബും ഫന്തസിർ, ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഞാൻ പരാജിതനായിരിക്കുന്നു, എന്നെ അവര് ഓവർവെൽം ചെയ്ത് ഞാൻ ഇനി തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ട് അവരുടെ മുന്നിൽ. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് ലഭിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. സൂറത്തു നൂഹില് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് കാണാം. വഖാല നൂഹുൻ, നൂഹ് പറഞ്ഞു, നൂഹ് പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, പടച്ച റബ്ബേ നീ ഭൂമുഖത്ത് ഈ നിഷേധികളിൽ ഒരുത്തനെയും വിട്ടേക്കല്ലേ, ഈ നിഷേധികളായ ആളുകളെ ഒരാളെപ്പോലും നീ ഭൂമിയിൽ അവശേഷിപ്പിക്കല്ലേ. ഇന്നക്കെ ഇൻ തദറുഹും, തീർച്ചയായിട്ടും നീ അവരിൽ ആരെയെങ്കിലും ഇങ്ങനെ ഭൂമുഖത്ത് വിട്ടേക്കുകയാണെങ്കിൽ യുളില്ലു ഇബാദക, അവര് നിന്റെ നല്ല അടിയാറുകളെ, നിന്റെ നല്ല അടിമകളെ വഴിപഴപ്പിച്ച് കളയും. വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ, ദുർമാർഗികളായ നിഷേധികളെ അല്ലാതെ അവരിൽ നിന്ന് പിറവിയെടുക്കുന്നതായിട്ട് കാണുകയുമില്ല. അവർക്ക് ഫാജിറും കഫാറുമായ നിഷേധികളും ദുർമാർഗികളുമായ സന്താനങ്ങളല്ലാതെ ഉണ്ടാകാനും പോണില്ല. കാരണം അത്രയും വിത്തുഗുണാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ ആളുകള് അത്രയും വലിയ നിഷേധികളും ധിക്കാരികളും ഒക്കെ ആയിട്ടാണുള്ളത്. അവരുടെ മക്കളിൽ പോലും ഒരു പ്രതീക്ഷയും നൽകുന്ന വിധത്തിലല്ല ഇവരുടെ പെരുമാറ്റം. ഒരാളെയും, ഈ നിഷേധികളിൽപ്പെട്ട ഒരാളെയും നീ ഭൂമുഖത്ത് അവശേഷിപ്പിക്കല്ലേ. അവര് ശേഷിക്കുന്ന നല്ല ജനങ്ങളെ വഴിപിഴപ്പിച്ചു കളയും. അതുകൊണ്ട് അവരെ ഒക്കെയും തന്നെ നീ നശിപ്പിക്കണമേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് സൂറത്ത് നൂഹിലെ 26-27 ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോ നൂഹ് അലൈഹിസ്സലാമിന് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കുള്ള പ്രതികരണമായിട്ട് അള്ളാഹു നൽകിയ നിർദ്ദേശം നമ്മുടെ മേൽനോട്ടത്തിലും വഹീന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആയിട്ട് ഒരു കപ്പൽ നിർമ്മിക്കുക. കൽപ്പന ഉണ്ടാകുമ്പോൾ അടുപ്പിൽ നിന്ന് ജലം നിർഗളിച്ച് ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങുമ്പോൾ നീ എന്ത് ചെയ്യണം? എല്ലാ വിഭാഗം ജീവജാലങ്ങളിൽ നിന്നും ഇണകളെ കപ്പലിൽ കയറ്റണം, നിന്റെ കുടുംബത്തെയും കൂട്ടണം. അക്രമികളായ, നേരത്തെ മാറ്റി നിർത്താൻ പറഞ്ഞ കൂട്ടരെ അതിൽ ഉൾപ്പെടുത്തണ്ട. പിന്നെ ദുൽമ ചെയ്ത ആളുകളുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാനും മുതിരണ്ട. ഇതാണ് അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട അടുപ്പ് ഏതോ ഒരു പ്രത്യേക അടുപ്പാണ് എന്നുള്ള നിലക്ക് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതങ്ങനെ ആവാം, അങ്ങനെ ആവാതിരിക്കുകയും ചെയ്യാം. അതൊരു പൊതു കോമൺ ആയിട്ടുള്ള അടുപ്പുകളിൽ നിന്ന് വരെ വെള്ളം പൊട്ടി ഒഴുകുന്ന ഒരു കാര്യം പറയുന്ന വിധത്തിലാവാനാണ് കൂടുതൽ സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക അടുപ്പിന്റെ കാര്യം പറഞ്ഞതായിക്കൊള്ളണം എന്നില്ല. കാരണം പ്രളയം ഉണ്ടാകുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് എവിടുന്നൊക്കെയാണ് ഉറവ പൊട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പ്രതലങ്ങളിൽ നിന്ന് വരെ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം പൊട്ടി പുറത്തേക്ക് ചീറ്റുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഇക്കണ്ട ജീവജാലങ്ങളെ മുഴുവനും നശിച്ചു പോകാൻ കാരണമാകുന്ന വിധത്തില് ജലവിധാനം അള്ളാഹു ഉയർത്തും. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് സംഭവിച്ച പ്രളയം മിക്കവാറും ലോകത്തെ എല്ലാ സംസ്കൃതികളുടെയും
സ്മൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ലോകത്തെ മനുഷ്യവാസമുള്ള എല്ലായിടത്തെയും സ്പർശിച്ചിരുന്നു ഈ പ്രളയം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബൈബിളിൽ വിശദമായ വിവരണം ഇതേക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ കപ്പലിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കപ്പലാണത് എന്നതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ കപ്പല് ഇന്ന് നമുക്ക് പരിചയമുള്ള മത്സ്യാകൃതിയിലുള്ള കപ്പലല്ല. മത്സ്യത്തിന്റെ ഒരു ശരീരഘടന ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിന്റെ തലഭാഗവും വാൽഭാഗവും അങ്ങനെ കൂർത്ത രൂപത്തിലാണ് ഉണ്ടാകുക. വെള്ളത്തില് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒഴുകാനും നീന്താനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു എളുപ്പം ആ ഘടനയ്ക്ക് ഉണ്ട്. അതേപോലെയാണ് ഇപ്പോഴ് നമ്മൾ നിർമ്മിക്കുന്ന തോണിയായാലും ബോട്ടായാലും കപ്പലായാലും ഒക്കെ അതിന് ഇങ്ങനെയുള്ള ഒരു രണ്ടറ്റവും കൂർത്തു വരുന്ന ഒരു ഷേപ്പാണ് നൽകപ്പെടാറുള്ളത്. അത് വെള്ളത്തിലുള്ള ആ മൂവ്മെന്റ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ സാധ്യമാക്കുന്നതിന് തന്നെ, ചലനം സാധ്യമാകാൻ തന്നെ അത് വേണം. ഇല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത ഇങ്ങനെ ഓളം തെന്നി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ കപ്പല്, നൂഹ് അലൈഹിസ്സലാം നിർമ്മിച്ച ഈ കപ്പല് സഞ്ചാര ആവശ്യത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതായിരുന്നില്ല എന്നതെല്ലാവർക്കും അറിയാം. അത് അതിജീവനത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട കപ്പലായിരുന്നു. പ്രളയം ഉണ്ടാവും, അപ്പോ ഈ കപ്പലിൽ കയറി ജലവിധാനത്തില് അതിന്റെ മുകളിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന വിധത്തില് ആളുകൾക്ക് അതിൽ കയറുന്നവർക്ക് സുരക്ഷിതരായി നിൽക്കാൻ കഴിയുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. പ്രളയമില്ലാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് കപ്പൽ ഓടിച്ചു പോകാൻ വേണ്ടിയല്ല. അപ്പോ പ്രളയം ഭൂമുഖത്ത് മനുഷ്യവാസമുള്ള മിക്കവാറും പ്രദേശങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നു എന്നും ജലവിധാനത്തിൽ മാറ്റമുണ്ടായി എന്നും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയില് കരമാർഗം സഞ്ചാരം സാധ്യമായിരുന്നു എന്നതാണ് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രളയാനന്തര കാലത്തായിരിക്കണം ആ പാസേജ് വെള്ളത്തിനടിയിലായി പോയിട്ടുള്ളത്. ജലവിധാനം പിന്നെ പഴയ അവസ്ഥയിലേക്ക് താഴുന്നതിന് പകരം കുറച്ച് ഉയർന്ന അവസ്ഥയിൽ നിൽക്കുകയും അപ്പോ നേരത്തെ കരയായിരുന്ന പല ഭാഗവും വെള്ളത്തിനടിയിൽ ആയി തന്നെ സ്ഥിരപ്പെടുകയും ചെയ്തു എന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവണം. എന്തായാലും പ്രളയത്തിന് ഭൂമുഖത്ത് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലൊക്കെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് പല വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിലും പ്രളയം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അറേബ്യയിലെ പല മരുഭൂമി ജനവാസമില്ലാത്ത ഭൂപ്രദേശങ്ങളിൽ പോലും ഈ ഏതോ ഒരു കാലത്ത് ജലവിധാനം അവിടെയൊക്കെ എത്തിയിരുന്നു എന്നത് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിച്ചതായിട്ട് നേരിട്ട് കാണാനും പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള പഠനങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും പുഴയോരങ്ങളോ കടലോരങ്ങളോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല, അല്ലാത്ത ഇടങ്ങളാണ്. അപ്പൊ ജലവിധാനം ഭൂമുഖത്ത് മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ മൊത്തത്തിൽ ഉയർന്നപ്പോ ഈ ഇടങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി പോവുകയും പിന്നെ ജലവിധാനം താഴ്ന്നു പോയപ്പോ അത് ആ പ്രദേശങ്ങൾ ഡ്രൈ ആയി മാറുകയും ചെയ്തതാവാനാണ് സാധ്യത. എന്തായാലും ആ പ്രളയത്തിനു മുമ്പുള്ള ആ ജലവിധാനമല്ല പിന്നീടുണ്ടായിരുന്നത്. വെള്ളം ഇറങ്ങിപ്പോയതിനു ശേഷവും പഴയ പല കരമാർഗങ്ങളും വെള്ളത്തിനടിയിലായി പോയ അവസ്ഥയിലാണ് ആ വെള്ളം താഴ്ന്നു പോകുന്നത് അവസാനിച്ചത്, അല്ലെങ്കിൽ നിലച്ചത് എന്നതാണ് ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ പ്രളയത്തിന്റെ കാര്യത്തിൽ അതുപോലെ നൂഹ് അലൈഹിസ്സലാം ഈ കപ്പലില് എല്ലാ ജൈവവർഗത്തിൽപ്പെട്ടതിനെയും ഒരു പേര്, സൗജൈൻ ഇസ്നൈൻ എന്നാണ് ഇവിടെ പറയുന്നത്, രണ്ട് പേറുകള് കൂടെ കൂട്ടാനാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ ചില പ്രയോഗങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ട്
ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വന്നത് കാണാൻ കഴിയും. നോവാസ് ആർക്ക് എന്നാണ് നൂഹിന്റെ കപ്പലിനെ കുറിച്ച്, നൂഹിന്റെ പെട്ടകത്തെ കുറിച്ച് ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രയോഗം. അതില് തന്നെ വളരെ വൈരുദ്ധ്യമുള്ള പ്രകൃതമുള്ള ജീവജാലങ്ങളൊക്കെ, പാമ്പും കീരിയും തവളയും അതുപോലെയുള്ള ഒക്കെ കപ്പലിൽ കയറി കൂടുമ്പോ നമുക്ക് ആ സിറ്റുവേഷൻ ശരിക്കൊന്ന് മനസ്സിൽ കാണാൻ കഴിയും. ചിലത് വന്യ സ്വഭാവമുള്ള മൃഗങ്ങളാണ്, വേറെ ചില ജീവികൾ അവയുടെ പതിവ് ഭക്ഷണമായി മാറുന്ന ജീവികളാണ്. പക്ഷെ ഇവയൊക്കെയും തന്നെ ഈ സന്നിഗ്ധ ഘട്ടത്തില് വളരെ സ്വരച്ചേർച്ചയോടുകൂടി ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിൽ കയറി അടങ്ങി ഒതുങ്ങിയിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആന സംരക്ഷണം കൊടുത്ത ഒരു കുടുംബം രക്ഷപ്പെട്ട കാര്യം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മീഡിയയിൽ വലിയ ഹൈലൈറ്റ് ആയിട്ട് വന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതുപോലെ ഈ കാട്ടാനയെ പോലെ ഭയപ്പെടേണ്ടതായിട്ട് വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ ഒരു കാട്ടാനയുടെ സംരക്ഷണത്തിലാണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത് എന്ന്, അങ്ങനത്തെ സന്നിഗ്ധ ഘട്ടങ്ങളില് ഈ ജീവജാലങ്ങള് അക്രമാസക്തരാവാറില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ഈ പ്രളയത്തിന്റെ അതിജീവിക്കാൻ വേണ്ടി നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പലില് കയറിയ ഈ വിധത്തിലുള്ള ഭിന്ന വിരുദ്ധ സ്വഭാവമുള്ള ജീവജാലങ്ങൾ, ഇതാണ് അതിന്റെ ഒരു ചിത്രം. ഭാഷയില് ഈ വൈരുദ്ധ്യം കാണിക്കുന്ന വിധത്തിലോ ഇറ്റ്സ് എ നോവാസ് ആർക്ക് നൗ എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അതിപ്പോ നോഹയുടെ ഒരു പെട്ടകം പോലെയാണ് എന്ന് പറഞ്ഞാൽ ആളുകള് വളരെ വ്യത്യസ്ത സ്വഭാവവും താല്പര്യവും നിലപാടുകളും ഒക്കെയുള്ള ആളുകൾ ഒരു കൂരക്ക് കീഴിൽ ഒരുമിച്ച് കൂടേണ്ടി വരുന്ന ഒരവസ്ഥയെ പരാമർശിക്കാണ്. പലപ്പോഴും അവരുടെ അഭിപ്രായ ഭിന്നതയെയും സ്വഭാവപരമായ വൈരുദ്ധ്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാനൊക്കെയാണ് നോഹയുടെ പെട്ടകം പോലെ എന്ന പരാമർശം, എന്ന പ്രയോഗം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കാണാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും അത്രയും പഴക്കമുള്ള വളരെ ആർക്കിടൈപ്പലായ ഒരു ഇമേജ് ആണ് നോഹയുടെ ഈ പെട്ടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിക്ക ഭാഷകളിലുള്ളത്. മലയാളത്തിലും അങ്ങനത്തെ ചൊല്ലുണ്ട്. ഇതെന്താ ഈ നൂഹ് നബിന്റെ വെള്ളപ്പൊക്കം പോലെ എന്ന് കുട്ടിക്കാലത്ത് എന്റെ ഗാർഹിക അന്തരീക്ഷത്തില് ഉമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. മക്കൾ എന്തേ ആവശ്യത്തിന് വിളിച്ചിട്ട് ഉടനെ ഓടി എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വരും എന്ന് പറയല്ലാതെ നൂഹ് നബിന്റെ വെള്ളപ്പൊക്കം പോലെ ഉണ്ട്, വരുന്ന് കാണുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഭാഷയിൽ ഒരുപാട് കയറിക്കൂടിയിട്ടുള്ളത് കാണാൻ കഴിയും. അത് അത്രയും പഴക്കമുള്ള, അത്രയും പൗരാണികമായ ഒരു അനുഭവം, മനുഷ്യാനുഭവമായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയം മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ്. ധാരാളം ഇതുപോലെയുള്ള എക്സ്പ്രഷൻസും ഇഡിയംസും ഒക്കെ ഇംഗ്ലീഷിലും അറബി ഭാഷയിലും ഒക്കെ തന്നെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത് 26, 27 ആയത്തുകളാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.